നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങൾ ഉയരുകയാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രത്തിന് ഭക്തർ സമർപ്പിച്ച കാണിക്ക, ആ കാണിക്കയായി നൽകിയിരുന്ന ചില അമൂല്യ വസ്തുക്കൾ, ഇതിലൊക്കെ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് വന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുമാണ് ഇത്തരത്തിലുള്ള ആരോപണം വ്യാപകമായി ഉയർത്തിയത്. ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയോധ്യയിലെ ട്രസ്റ്റ് തന്നെ, ക്ഷേത്ര ട്രസ്റ്റ് തന്നെ ഈ പുതിയൊരു SIT അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വെള്ളിക്കട്ടികളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും അടക്കം ഭക്തർ കാണിക്കയായി സമർപ്പിച്ചിരുന്നുവെന്നും കോടിക്കണക്കിന് രൂപയുടെ ഈ സ്വത്തുക്കൾ ഇപ്പോൾ കാണാതെ പോയി എന്നുമൊക്കെയാണ് ആരോപണം. എന്തായാലും കേരളത്തിലടക്കം മാധ്യമങ്ങൾ അയോധ്യയിലെ ഈ സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു FIR പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അയോധ്യയിൽ നിന്നും സ്വർണവും വെള്ളിയുമൊക്കെ കാണാതായി എന്ന് ഒരു പരാതി പോലും എവിടെയും ആരും പറഞ്ഞിട്ടില്ല. പരാതിയില്ല, കേസില്ല, FIR ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് എന്ന ചോദ്യം അത് വളരെയധികം വിചിത്രമായി തന്നെ തുടരുകയാണ്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാനും അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്ന ട്രസ്റ്റിനെ കരിവാരിത്തേക്കാനുമാണ് ഇത്തരം പ്രചരണങ്ങൾ എന്ന് വാദിക്കുന്നവരുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം, അതിനുശേഷം അഭിപ്രായം പറയാം എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അയോധ്യ ഇപ്പോൾ വാർത്തകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ തലവൻ ചമ്പത് റായി അടക്കമുള്ളവർ സംശയത്തിന്റെ നിഴലിലാണ് എന്നും വാർത്ത പരക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അയോധ്യയ്ക്ക് നേരെ നടന്ന ഒരു ഭീകരാക്രമണ ശ്രമം തങ്ങൾ തകർത്തതായി NIA ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പറയുന്നു. അതായത് NIA സംഘം കർണാടകയിൽ നിന്നും ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഇയാൾ കർണാടകയിൽ വന്ന് രഹസ്യമായി പെയിന്റിംഗ് തൊഴിലാളിയായി വേഷം മാറി അവിടെ താമസിച്ചു വരികയായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളി എന്ന് മാത്രമേ ഇയാളെ കണ്ടാൽ അറിയുകയുള്ളൂ. ഇയാൾക്കൊരു ഭീകര പശ്ചാത്തലമുണ്ട് എന്ന് ആർക്കും അറിയില്ല. മാസങ്ങളോളം ഇയാൾ കർണാടകയിൽ വിവിധ തരത്തിലുള്ള തൊഴിലുകൾ, പ്രത്യേകിച്ചും പെയിന്റിംഗ് ജോലി ചെയ്ത് അവിടെ താമസിക്കുകയാണ്. പക്ഷേ ഇയാൾ ചില ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്നും പാകിസ്ഥാൻ നമ്പറുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് ഇയാൾ നിരന്തരം ബന്ധപ്പെടുന്നതായും NIAക്ക് തെളിവ് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദുരൂഹമായ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇയാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഇയാൾ ആയുധങ്ങളുമായി നിൽക്കുന്ന ഫോട്ടോകളും മറ്റും ഫോണിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇത്തരം തെളിവുകളാണ് ഇയാൾ ഭീകരവാദി എന്ന് സ്ഥാപിക്കുന്നതിനായി NIAയും ഉപയോഗിക്കുന്നത്. NIAയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും, കർണാടക പോലീസും ഉത്തർപ്രദേശിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. സുഹൈൽ കഴിഞ്ഞ കുറേ നാളുകളായി അയോധ്യയിൽ ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട് വരികയായിരുന്നുവെന്നും അതിനായി ഇയാൾ പാകിസ്ഥാനിലെ ഹാൻഡിലർമാരുമായി സംസാരിച്ചിരുന്നുവെന്നുമാണ് സൂചന. ഇയാളുടെ പാകിസ്ഥാൻ സംഘവുമായിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര ഏജൻസികൾ ചോർത്തിയതോടുകൂടിയാണ് ആക്രമണ ശ്രമം വെളിച്ചത്തു വരുന്നത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനെതിരെ ഇതിനു മുമ്പും ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അയോധ്യയുടെ സുരക്ഷയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെലവഴിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നതു മുതൽ തന്നെ ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന നിരവധി ഭീകര സംഘടനകൾ ഭീകരാക്രമണ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം തകർക്കുമെന്നും പുതിയ ക്ഷേത്രത്തെ നാമാവശേഷമാക്കുമെന്നും അവിടെ പകരം ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നുമൊക്കെയാണ് ഈ ഭീകര സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ഇത്തരത്തിൽ ഭീകരവാദികളുടെ ആശയവിനിമയം പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഏജൻസികൾ ഈ ആശയവിനിമയം പിടിച്ചെടുക്കുന്നതും സുഹൈൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഭീകരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതും. യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് ഈ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ. പാകിസ്ഥാനിലെ ചില ഭീകര സംഘടനകൾ നടത്തുന്ന നീക്കങ്ങളാണ് സുഹൈലിനെ പോലെയുള്ളവരെ
ഈ ഒരു ഭീകര പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരാക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഭീകരരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനം നൽകി, മാനസികമായി അവർക്ക് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നൽകി, ഒടുവിൽ ആയുധവും നൽകി പറഞ്ഞയക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നടന്ന ശ്രമമാണ് അയോധ്യയിൽ നടന്നത്. ബോംബാക്രമണം നടത്താൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് സുഹൈൽ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ സുഹൈലിനെ ചോദ്യം ചെയ്തു വരികയാണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ അയോധ്യ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു വൻ ഭീകരാക്രമണ പദ്ധതി തകർത്തു എന്ന വിവരം NIA പുറത്തുവിടുന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണത്. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിനെ ഇപ്പോഴുയും ഭീകരവാദികൾ ലക്ഷ്യമിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് സുഹൈലിൻ്റെ അറസ്റ്റ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും NIAയും സംയുക്തമായിട്ടാണ് ഇത്തരം ഭീകരർക്കെതിരെ ഭാരതമെമ്പാടും നടപടി സ്വീകരിക്കുന്നത്. സംസ്ഥാന പോലീസുകളിലെ ഭീകരവിരുദ്ധ വിഭാഗത്തെയും ഇവർ പലപ്പോഴും ഒപ്പം കൂട്ടാറുണ്ട്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ വിഭാഗമാണ് NIA സംഘത്തെ കർണാടകയിൽ നിന്നും ഈ ഭീകരനെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. എന്തായാലും വലിയൊരു ആശ്വാസം ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ആക്രമണ ഭീഷണി ഒഴിഞ്ഞിരിക്കുന്നു, ഭീകരൻ പിടിയിലായിരിക്കുന്നു. എന്നാൽ ഇത്തരം ആക്രമണ ശ്രമങ്ങൾ ഭാവിയിലും ഉണ്ടായേക്കാം എന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ ഏജൻസികൾ.